പെട്ടെന്ന് ഇതൊക്കെ പറ്റിയ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഞാനിവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പം ഒരു ചായ പതിവുള്ളതല്ലേ? അയ്യോ, ഞാനത് ഓർത്തില്ല. ഇപ്പൊ കൊണ്ടുവരാ സർ. ആ അല്ല, ഭാമയ്ക്ക് ഇത് അറിയാവുന്നതാണല്ലോ. അവളുടെ എന്റെ കാര്യങ്ങൾ നോക്കാതെ അവളുടെ ഈ നാളെ പരിപാടിയെ മിക്കവാറും ഞാനൊന്ന് അവസാനിപ്പിക്കും. ആ രവി ഒന്ന് വിളിച്ച് പെയിന്റ് ചെയ്യിക്കണം. ആ വീടിൻ്റെ ആ പഴയ പകിട്ടൊക്കെ അങ്ങ് പോയി. വീട് തെളിഞ്ഞാലേ വീട്ടിലുള്ളവരും തെളിയൂ. വീട്ടിലുള്ളവർ തെളിഞ്ഞ ജീവിതവും തെളിയും. സത്യം ഒന്നും അറിയാതെ ഓർമ്മയില്ലാതെ അച്ഛനെ ഇറങ്ങി നടന്നിരിക്കുന്ന ഇവിടെ ഇപ്പം മറ്റാരും വരാത്തത് ഭാഗ്യം. പക്ഷെ അച്ഛനെ ഇങ്ങനെ ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു വഴി കാണണം. ശ്യാമേ, നീ ഇതൊരു ചാടുക്കാൻ പോയില്ലേ? അയ്യോ അച്ഛാ, ഞാൻ പിന്നെ അത് മറന്നു. ഞാനിപ്പോ എടുത്തിട്ട് വരാം. നീ എന്ത് കാഴ്ച കൊണ്ടോണ്ടിരിക്കുക? പോയി ചായ കൊണ്ടോ മോളെ. എന്നാലും ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വിഷ്ണു, അച്ഛൻ. എന്റെ അമ്മ, എന്താ അമ്മ ഇതൊക്കെ? അച്ഛനെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞല്ലേ. എടാ, വാതിക്കൽ ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ അകത്തോട്ട് കയറിയത്. കവർ പൊട്ടിച്ചെണ്ണ പാത്രത്തിലോട്ട് ഒഴിക്കുന്ന സമയമായിട്ടുള്ളൂ. തിരിച്ചു വാതിക്ക വന്നപ്പോ ആളില്ല. അല്ല, സുബൈറിന്റെ വീട്ടിലും ചെന്നിട്ടില്ല. അമ്മേ, അച്ഛൻ ഇങ്ങനെ ഓർമ്മക്കുറവുള്ള കാര്യം അമ്മയ്ക്ക് അറിയാലോ. എടാ, എന്റെ ദൈവമേ, എവിടെ പോയി നോക്കാനാ നീ? എടാ, സാധാരണ കാറ്റ് കൊള്ളാനായി പോയി ഇരിക്കാറുള്ളത് ആ ഉപ്പുകണ്ടം പാടത്താ. ഞാൻ അവിടെയും പോയി നോക്കി, അവിടെയും ചെന്നിട്ടില്ലെന്നാ പറഞ്ഞ്. അപ്പൊ പിന്നെ അച്ഛനത് എവിടെയാ പോയേ? എനിക്ക് വയ്യ. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാ. എടാ, ചിലപ്പോ ഓർമ്മക്കുറവിൽ പറ്റിപ്പോയതായിരിക്കും. എവിടെയെങ്കിലും പോയി നിന്നിട്ട് തിരിച്ചു വരാൻ സ്ഥലം അറിയുന്നുണ്ടാവില്ല. അമ്മേ, അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളിപ്പോ എവിടെ പോയിട്ട് തിരക്കുക? ആരാടാ? ശാലിനി, അച്ഛനെ കാണാനില്ല. എവിടെയാണെന്ന് അറിയൂല. ഞാനും അമ്മ ഇപ്പൊ വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാൻ അക്കാര്യം പറയാൻ തന്നെ വിളിച്ചത്. അച്ഛൻ നമ്മുടെ പഴയ വീട്ടിലുണ്ട്. എവിടെ? ശ്യാമയുടെ അടുത്ത്. അതായത് നമ്മുടെ ലേലം ചെയ്തു പോയ വീട്ടില്. അമ്മ, അച്ഛൻ പഴയ വീട്ടിലുണ്ട്. അയ്യോ, ഇതെങ്ങനെ അവിടെ എത്തി? ആര് കൊണ്ടെന്ന് അവിടെ ആക്കി? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ശാലിനി, അച്ഛൻ അവിടെ എന്തിനാ ചെന്നെന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് വിഷ്ണുട്ടൻ ടെൻഷൻ അടിക്കൊന്നും ചെയ്യണ്ട. വീട് വിറ്റ കാര്യമൊന്നും അച്ഛന്റെ ഓർമ്മയില്ലെന്നാ ശ്യാമ പറയുന്നത്. സ്വന്തം വീട്ടിൽ നിന്ന് പെരുമാറുന്ന പോലെയൊക്കെ അച്ഛൻ അവിടെ ചെന്ന് പെരുമാറുന്നെന്നാ പറഞ്ഞ്. സത്യമേ അന്വേഷിക്കുന്നുണ്ട്. ശാലിനി, നമ്മുടെ അച്ഛൻ അച്ഛന് ഓർമ്മക്കുറവുള്ളതല്ലേ വിഷ്ണുട്ട? ഇതിപ്പം സ്വന്തം വീട്ടിൽ ചെന്നപ്പോ പൂർണ്ണമായിട്ടും മനസ്സ് കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോ എന്താ ഞാൻ ചെയ്യാ? എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് ആകെ തല മരവിച്ചിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാത്തിനും നമുക്ക് വഴി ഉണ്ടാക്കാം. വിഷ്ണുട്ടൻ അങ്ങോട്ട് വാ, ഞാനും അങ്ങോട്ട് വരാം. എന്നിട്ട് അച്ഛനെ നമുക്ക് കൂട്ടിക്കൊണ്ടുപോരാം. എന്നിട്ട് ആലോചിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്.
ദേ ഒരു കാത് വരുന്നുണ്ടല്ലേ, പാമയാ? അത് ശരി, കുടുംബക്കാരൊക്കെ അന്വേഷിച്ചെത്തിയിട്ടുണ്ടല്ലോ. ഇവനാ? പ്രതികാരം വീട്ടാൻ വന്നതാണോ അതോ വല്ല സഹായവും ചോദിക്കാൻ വന്നതാണോ? എൻ്റെ വീട്ടിലേക്ക് വരാനേ നിനക്ക് നിങ്ങളെ വീണ്ടും ധൈര്യം വന്നേ? ഇറങ്ങണ വഴിയിൽ, ഇറങ്ങണ വഴിയിൽ. വെളിയിലിറങ്ങാനോ? തനിക്കെന്താ ബോധമില്ലേ? തൻ്റെ ഇവിടുത്തെ ഭരണമൊക്കെ അവസാനിപ്പിച്ച് പടിയിറക്കി വിട്ടതാ. ഞാൻ മനസ്സുകൊണ്ട് ഇരിക്കപ്പിണ്ടവും വച്ചു. ഏട്ടനല്ലേ? ഇരിക്കട്ടെ, ഒരെണ്ണ എൻ്റെ പേർക്ക്. എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ ചീത്ത പറയുന്നോടാ. ഇറങ്ങടാ വഴിയിൽ, എടോ കിളവാ, ഇറങ്ങടാ. ഇതൊക്കെ ഞാനാണ് തന്നോട് പറയേണ്ടത്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടത് താനാ. വലിഞ്ഞു കയറി വന്നിട്ട് ഭരിക്കാൻ വരുന്നോ? അയ്യോ അച്ഛാ.